ഡൽഹി സ്ഫോടനം നടത്തിയ വൈറ്റ് കോളർ ഭീകര സംഘത്തെ നിയന്ത്രിച്ച തുർക്കിയിലെ അബു ഉക്കാസ കർണാടക സ്വദേശിയാണെന്ന നിർണായക കണ്ടെത്തൽ. 2012 രാജ്യം വിട്ട മുഹമ്മദ് ഷാഹിദ് ഫൈസലാണ് അബു ഉക്കാസ എന്ന പേരിൽ ഭീകരരെ നിയന്ത്രിച്ചത്. കോയമ്പത്തൂർ, ബംഗളൂരു സ്ഫോടനങ്ങൾക്ക് പിറകിലും ഇതേ മൊഡ്യൂൾ തന്നെയാണെന്നും സ്ഫോടനം നടത്തിയ ഉമർ നബിക്ക് വിദഗ്ധ പരിശീലനം ലഭിച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ഡൽഹി സ്ഫോടനത്തിൽ പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടനകളുടെ ഇടപെടൽ സംബന്ധിച്ചും ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ചും നിർണായക വിവരങ്ങളാണ് NIAക്ക് ലഭിച്ചത്. ഡൽഹി സ്ഫോടനം നടത്തിയ വൈറ്റ് കോളർ ഭീകര സംഘത്തെ നിയന്ത്രിച്ചത് തുർക്കിയിൽ നിന്ന് അബു ഉക്കാസ എന്ന ആളാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. അബു ഉക്കാസ കർണാടക സ്വദേശിയായ മുഹമ്മദ് ഷാഹിദ് ഫൈസലാണെന്ന നിർണായക വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കേസിൽ അറസ്റ്റിലായ മാഡം സർജൻ എന്ന വനിതാ ഡോക്ടർ ഷഹീനിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. 2012 രാജ്യം വിട്ട മുഹമ്മദ് ഷഹീദ് ഫൈസലിന് കോയമ്പത്തൂർ, ബംഗളൂരു, രാമേശ്വരം കഫേ സ്ഫോടനങ്ങളിലും ബന്ധമുണ്ട്. ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ ഉമർ നബി സിറിയൻ ഭീകരരുമായി കൂടിക്കാഴ്ച നടത്തി. 2022 തുർക്കിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ബോംബ് നിർമ്മാണത്തിന്റെ 40-ലേറെ വീഡിയോകൾ വിദേശ ഹാൻഡിലർമാർ ചെങ്കോട്ട അക്രമത്തിൽ ഉൾപ്പെട്ട ഭീകരർക്ക് അയച്ചു നൽകിയിരുന്നു. ഉമർ നബിക്ക് ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധ പരിശീലനം ലഭിച്ചു. തുർക്കി, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ ഭീകര സംഘടനകളുടെ ഇടപെടലുകൾ ഡൽഹി സ്ഫോടനത്തിന് പിന്നിലുണ്ട്. ഭീകരർക്ക് അഫ്ഗാനിൽ നിന്നും പരിശീലനം ലഭിച്ചതായും സൂചനയുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് അൽഫലാവ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാരുൾപ്പെടെ കൂടുതൽ പേരെ ചോദ്യം ചെയ്തു വരികയാണ്. മുഹമ്മദ് ഷാഹിദ് ഫൈസൽ ഉൾപ്പെടുന്ന ഭീകര മൊഡ്യൂളാണ് ഭാരതത്തിന്റെ ദക്ഷിണ മേഖലയിൽ മുൻപ് നടന്ന ഭീകര പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത് എന്നാണ് നിഗമനം. ജനം, ഡൽഹി.